ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രസന്റ് ഈസ് പ്രസന്റ് എന്ന ഡ്രാമയുടെ അടുത്ത എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാൽ വായോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുൻപത്തെ എപ്പിസോഡ് അവസാനിച്ചത് തൻ്റെ ചൈൽഡ്ഹുഡ് സുഹൃത്തായ ആ വ്യക്തി ആരായിരിക്കും എന്ന് സിയ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. പിന്നെ സീൻ കട്ട് ചെയ്താൽ 2025-ലുള്ള വേയെ കാണിക്കുന്നു. അവനിപ്പോൾ എന്തോ ഒരു സങ്കടത്തോടെ നിൽക്കുമ്പോൾ അവന് ഷാങ് വന്ന് വഴക്ക് പറയുകയാണ്. ഡാ, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അങ്ങോട്ടൊരു ഡെലിവറി വരുന്നു. എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ വേയും സിയായും ഒന്നിച്ചെന്ന് കുറെ ഫോട്ടോഷൂട്ട് എടുത്തില്ലേ, അതിന്റെ ഫോട്ടോസ് ആയിരിക്കും. അതിലൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോ കണ്ട ഉടനെ പാസ്റ്റിലുള്ള സിയായും വേയും തമ്മിലുള്ള ആ ഒരു ഓർമ്മകളെല്ലാം അവനിപ്പോൾ വരുന്നു. അത്ര തന്നെ. പിന്നെയും അവന്റെ ടെൻഷൻ കൂടുന്നു. ഇത് കണ്ട് ഷാങ് ചോദിക്കുന്നു, ഡേ, നിനക്ക് എന്താണ് പറ്റിയത്? ആ പാസ്റ്റിലുള്ള വേയും സിയായും കൂടെ എന്ത് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. അവരൊരുമിച്ച് പുറത്തു പോകുന്നു, പാർട്ടി നടത്തുന്നു, ഫോട്ടോസ് എടുക്കുന്നു. എത്ര നല്ല ഓർമ്മകളാണ് അവൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് അവരെ രണ്ടുപേരെയും കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അസൂയ തോന്നുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ കഥ എങ്ങനെ ആയിരുന്നെന്ന് അറിയുമോ? പ്രസന്റിലുള്ള വേക്ക് എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഷൗ സിയാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വെച്ച് അവൻ അവളെ ഓഫീസിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടാകും. ആക്ച്വലി അതായിരിക്കും അവൻ അവളെ അവസാനമായി കണ്ട നിമിഷം. അതിനുശേഷം അവളെ ഒരു ഡെഡ് ബോഡി ആയിട്ടാണ് അവൻ കണ്ടിട്ടുണ്ടാവുക. അതൊക്കെ ഓർത്തിട്ട് അവൻ പറയുന്നു, ആക്ച്വലി അവൾ മരിച്ചു പോയതിന് ഞാനും ഒരു കാരണക്കാരനാണ്. പക്ഷെ ഈ തവണ ഞാൻ അങ്ങനെ നടക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവൻ ഒച്ച വെക്കുന്നു. ഇവിടെ പാസ്റ്റിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ മിങ് വന്ന് വേനെ കാണുന്നു. എന്നിട്ട് പറയുന്നു, സിയ പേഷ്യനെ കണ്ട് ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ സിയ പേഷ്യനെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ വേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ വേ അത് വലിയ കാര്യമാക്കുന്നില്ല. അതിന്റെ കൂടെ പിന്നെയും അവൾ പറയുന്നു, നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ആ ക്വാണ്ടം ടെക്നോളജി എക്സ്പെരിമെന്റിനെ കുറിച്ച്, അത് നമ്മൾ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഒരു സെറിമണി നടത്താമെന്ന് വിചാരിക്കുന്നു. പക്ഷേ തീർച്ചയായും ആ ഷൗവും ഈ സെറിമണിക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേയും പറയുന്നു, അതെ, എനിക്കും തോന്നുന്നു. അവൻ എന്തായാലും വരും. ഈ അവസരം ഉപയോഗിച്ച് അവനെ എന്തായാലും നമുക്ക് പിടിക്കണം. അവനെ പിടിച്ചാലേ അവന്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷെ സാർ, അതിലും ഒരു പ്രശ്നമുണ്ട്. ആർക്കറിയാം, ഈ ചടങ്ങിൽ നിങ്ങളുടെ കാമുകി, അതായത് സിയ, അവൾ എന്തെങ്കിലും ഇടപെട്ട് വലിയൊരു പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവളോട് മുൻകൂട്ടി തന്നെ പറഞ്ഞേക്കോ, നമ്മൾ ഷൗവിനെ പിടിക്കാൻ ഒരു കെണി ഒരുക്കിയിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ അതൊരു അനാവശ്യ പ്രശ്നമാകും സാർ. അത് കേൾക്കുമ്പോൾ അവൻ, അതെ, അതും ശരിയാണ്. അവളോട് എല്ലാ സത്യങ്ങളും പറയേണ്ട സമയം വന്നിരിക്കുന്നു. ഞാൻ ആരാണെന്ന സത്യവും അവൾ അറിയേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനൊരു പ്ലാൻ ഇടുന്നു. ഇവിടെ സിയ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എന്നാലും ആരായിരിക്കും എൻ്റെ ആ സുഹൃത്ത്? അവൻ എവിടെയായിരിക്കും? പക്ഷേ ആ ആള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഒരു പക്ഷേ അത് വേ ആയിരിക്കുമോ? ഹേയ്, അവനാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഷാങ് ആയിരിക്കുമോ? ഷാങ് ആവാൻ സാധ്യതയില്ല. കാരണം ആ പ്രസന്റിൽ നിന്ന് വന്ന കോള് അവനാണല്ലോ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതിനും സാധ്യതയില്ല. പിന്നെ ആരാണ്? പേഷ്യനാണോ? അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെയൊക്കെ പേര് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട്. എന്നാലും ആരായിരിക്കും എന്ന് അവൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വേ വരുന്നു. ഉടനെ അവൾ അവിടെ എഴുതി വെച്ചിരുന്ന പേരുകളെല്ലാം മാറ്റാൻ നോക്കുന്നു. പക്ഷേ അവൻ വിടോ? അവൻ അവൻ്റെ പേര് എഴുതിയ ഒരു കാർഡ് എടുത്തിട്ട്, ഓ, ഞാനില്ലാത്ത സമയത്ത് എൻ്റെ പേര് എഴുതിയിട്ട് ആസ്വദിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാൻ നിങ്ങളുടെ പേര് മാത്രമല്ലല്ലോ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണോ? പിന്നെ നീ ആരുടെ പേരൊക്കെ എഴുതിയിട്ടുള്ളത്? ഒന്ന് കാണിക്കേ. അതൊക്കെ പോട്ടെ, എൻ്റെ പേരെന്തിനാ നീ ഇങ്ങനെ ചരിഞ്ഞ രീതിയിൽ എഴുതിയിട്ടുള്ളത്? നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? പറ, നീ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മാറ്റാം. നീ പറ, എന്തിനാണ് ഇങ്ങനെ എഴുതി വെച്ചത്? അത് കേട്ടവൾ, അയ്യോ സാർ, ഞാൻ ചരിഞ്ഞ രീതിയിലൊന്നുമല്ല എഴുതി വെച്ചത്. ഇതൊന്ന് നോക്കൂ, ഇതിൻ്റെ ആംഗിൾ ഒന്ന് മാറ്റി നോക്കിയാൽ അത് നേരെ നിൽക്കും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കറക്റ്റ് ആയില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അവൻ അവളെ നോക്കിക്കൊണ്ട് ആ പേപ്പറിൽ അവളുടെ പേരും കൂടെ എഴുതുന്നു. ഇപ്പോൾ നോക്കൂ, ഇപ്പോഴല്ലേ ഇത് കറക്റ്റ് ആയത് എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓഫീസിലേക്ക് പോകുന്നു. അവൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിച്ചാലോ? അവൾ അത് കേട്ട് സമ്മതം കൊടുക്കുന്നു. അവൾ നേരെ അവളുടെ ഓഫീസ് റൂമിലെത്തുമ്പോൾ അവിടെ അവൾ ഇഷ്ടപ്പെട്ടിരുന്ന ഫോണ്ടൻ എന്ന ഭക്ഷണം ഇരിക്കുന്നത് കാണുന്നു. അത് കണ്ട അവൾ, ഇതെങ്ങനെയാ ഇവിടെ വന്നു? ഇത് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ കൂടെ മാത്രം കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നല്ലോ എന്ന് അവൾ അത്ഭുതപ്പെട്ട് നോക്കുന്നു. സത്യത്തിൽ ഇത് നമ്മുടെ വേ ഓർഡർ ചെയ്തതാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് പേഷ്യൻ അങ്ങോട്ട് വരുന്നു. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ ഇന്നാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അവൾ അത് കേട്ട് അവനൊരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. പിന്നെ അവൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി നിങ്ങൾ ഫ്രീ ആണോ? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് മറുപടിയായി അവൾ പറയുന്നു, ഇന്ന് രാത്രി എനിക്ക് കുറച്ച് വർക്കുണ്ട്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ ഓക്കെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൾ രാത്രി വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ വേ അവൾക്കായി ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, ഇതെല്ലാം നിങ്ങളാണോ ഉണ്ടാക്കിയത്? പിന്നെ ഒരു തമാശ രീതിയിൽ പറയുന്നു,
പച്ചക്കറികളെല്ലാം നല്ല വൃത്തിയാക്കി തന്നെയല്ലേ പാചകങ്ങളൊക്കെ ചെയ്തത്? അപ്പോൾ വേ പറയുന്നു, അതേല്ലോ, പിന്നെ പച്ചക്കറികളൊക്കെ കഴുകാതെയാണോ പാചകം ചെയ്യുക? എല്ലാ പച്ചക്കറികളും നല്ല വൃത്തിയായി തന്നെ കഴുകിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൾ അവനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നു. എന്താ, നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വിഭവം ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അത് ഞാൻ മാറ്റിത്തരാം. അപ്പോൾ അവൾ പറയുന്നു, ഇല്ല, എല്ലാം നല്ലതാണ്, വായോ നമുക്ക് കഴിക്കാം. ഭക്ഷണം കഴിച്ച ശേഷം അവൾ പറയുന്നു, നല്ല രുചിയുണ്ട് ഭക്ഷണം, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വേ കൗതുകത്തോടെ, ഇന്ന് മാഡം നല്ല മൂഡിലാണല്ലോ, എന്താണ് ഇത്ര സന്തോഷം? അവൾ പറയുന്നു, അത് ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടു, അവൻ എനിക്കായി ഫുഡ് ഓർഡർ ചെയ്തു തന്നു. അവൾ എന്നെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് എന്ന് ആലോചിക്കുന്ന വേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇപ്പോഴും അവൾക്ക് എന്നെ ഓർമ്മയുണ്ടല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നു. അപ്പോൾ സിയ, അതെ, നിങ്ങളൊരു തത്തയെ വാങ്ങിയിരുന്നില്ലേ, അതിപ്പോൾ സംസാരിക്കാറില്ലല്ലോ, അതിനെന്തു പറ്റി, സുഖമില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, അതെ, തത്തക്ക് സുഖമില്ല, നാളെ അതിനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം എന്ന് അവളോട് പറഞ്ഞിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നു, ആ, അവൾക്കപ്പോൾ ആ തത്തയെ ഓർമ്മയുണ്ടല്ലേ? ആണോ? എന്നാൽ ഞാൻ നാളെ ഓഫീസിലോട്ട് പോകുമ്പോൾ ആ തത്തയെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നൽകാം. അവനും അതിനൊക്കെ പറയുന്നു. അടുത്ത ദിവസം അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ എണീറ്റുകൊണ്ട് തത്തയോട് പറയുന്നു, ഇതാ നോക്ക്, നിന്നോട് സിയ വന്ന് സംസാരിക്കും, നീ അപ്പോൾ അവളെ യുവാൻ എന്ന് വിളിക്കണം, കാരണം അവളുടെ പേര് യുവാൻ സിയ എന്നാണ്. അതുകൊണ്ട് അവളെ സ്നേഹത്തോടെ യുവാൻ എന്ന് വിളിക്കാൻ തത്തയെ പഠിപ്പിക്കുന്നു. പക്ഷെ ആ തത്ത തിരിച്ച് സ്റ്റുപ്പിഡ് എന്ന് മാത്രം പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്നവേ, നീ എന്താ പൊട്ടനാണോ? നിന്നോട് യുവാൻ എന്ന് വിളിക്കാൻ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോൾ തിരിച്ച് തത്ത പറയുന്നു, അതെ, നീയാണ് പൊട്ടൻ. ആഹാ, എന്നെയാണോ നീ പൊട്ടൻ എന്ന് വിളിക്കുന്നത്? ഇത് മാത്രം നിനക്ക് കറക്റ്റ് പറയാൻ അറിയാലോ. അങ്ങനെ അവൻ ആ തത്തയോട് വഴക്കിടുന്നു. ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് സിയ വരുന്നു. അതെ, എല്ലാവരും പൊട്ടന്മാരാണ്. ഇത്ര മോർണിംഗ് തന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അപ്പോൾ അവൻ പറയുന്നു, ഹേയ്, ഒന്നുമില്ല, ഞാൻ ഈ തത്തയോട് ചുമ്മാ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സിയ ഓഫീസിൽ പോകാൻ റെഡിയാകുന്നു. ആ സമയം അവൻ തത്തയോട് പറയുകയാണ്, ദാ, ഞാൻ നിന്റെ അടുത്ത് അവസാനമായി പറയുകയാണ്, അവൾ വരുമ്പോൾ നീ അവളെ യുവാൻ എന്ന് വിളിക്കണം. ആ തത്ത വീണ്ടും ഇഡിയറ്റ് എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ആ തത്തയെ അവളെ കയ്യിലേൽപ്പിച്ച്, നീ ഈ തത്തയെ നല്ലപോലെ നോക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ ആ തത്തയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് കാർ നിർത്തി ആ തത്തയെ പുറത്തെടുക്കുമ്പോൾ ആ തത്ത വീണ്ടും ഇഡിയറ്റ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ചിരി വരുന്നു. ആ സമയത്ത് ഒരാൾ അവളെടുത്ത് വന്ന്, നിങ്ങൾ ഈ കാർ ഇവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. അത് കേട്ട് അവൾ ആ തത്തയുടെ കൂടെ ഒരു സ്ഥലത്ത് വെച്ച് അവൾ കാർ മാറ്റി പാർക്ക് ചെയ്യാൻ പോകുന്നു. ആ സമയത്ത് പേഷ്യൻ്റ് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ആ തത്തയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. കാർ പാർക്ക് ചെയ്ത് തിരിച്ചെത്തിയ അവൾ പേഷ്യനെ കണ്ടുകൊണ്ട് ചോദിക്കുന്നു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഓ, ഇത് നിങ്ങളുടെ തത്തയാണോ? എൻ്റെ കയ്യിലും ഇതുപോലൊരു തത്തയുണ്ട്, അത് നന്നായി സംസാരിക്കും. ആ തത്ത ഇഡിയറ്റ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേഷ്യൻ്റ് ആ തത്തയോട്, ഹേ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ആ തത്ത യുവാൻ എന്നിങ്ങനെ സ്നേഹത്തോടെ വിളിക്കുന്നു. നമ്മുടെ വേ അപ്പോൾ പഠിപ്പിച്ച ആ പേര് ഇപ്പോൾ ആ തത്ത കറക്റ്റായിട്ട് വിളിക്കുന്നു. അവൾ അത് കേട്ട് അത്ഭുതത്തോടെ, ഇതെങ്ങനെയാ യുവാൻ എന്ന് വിളിക്കുന്നത്? നീ പഠിപ്പിച്ചു കൊടുത്തതാണോ എന്ന് അവൾ പെൻഷനോട് ചോദിക്കുമ്പോൾ അവനല്ല എന്ന് മറുപടി പറയുന്നു. ഒരുപക്ഷെ ഞാൻ നിന്നെ യുവാൻസിയ എന്ന് വിളിച്ചത് കേട്ട് ആ തത്ത വിളിച്ചതായിരിക്കും എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൾക്ക് ഉള്ളിലൊരു സംശയമുണ്ട്, ഒരുപക്ഷെ ഇവനായിരിക്കുമോ എൻ്റെ ആ പഴയകാല സുഹൃത്ത്? അതോ ഞാൻ തെറ്റായാണോ മനസ്സിലാക്കിയത് എന്നവൾ ആലോചിക്കുന്നു. അടുത്ത ദിവസം ഓഫീസിൽ പേഷ്യൻ്റ് ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുകയായിരുന്നു. ഇവിടെ ഒരു വശത്ത് സിയ, ഇനി അവൻ തന്നെ ആയിരിക്കുമോ, ഇനി അല്ലയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവനെ നോക്കി നിൽക്കുന്നു. അത് കണ്ട് നിങ് വന്ന് ചോദിക്കുന്നു, നീ വേൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു കൊണ്ട് ഇവിടെ ഈ പേഷ്യനെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ സിയ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഞാൻ വെറുതെ അവനെ നോക്കിയെന്നേ ഉള്ളൂ. മാത്രമല്ല വേയും എനിക്കും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, ഞങ്ങൾ വെറുതെ അഭിനയിക്കുകയാണ്. അതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ? അപ്പോൾ നിങ് പറയുന്നു, ഓ ശരി, ഞാൻ ഇതൊന്നും ആരോടും പറയുന്നില്ല. നീ പറഞ്ഞാലും എനിക്കത് പ്രശ്നമില്ല, കാരണം അവനെ കാണുമ്പോൾ എൻ്റെ പഴയകാല സുഹൃത്തിനെ പോലെ എനിക്ക് തോന്നുന്നു. ഒരു വശത്ത് അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അവൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ എൻ്റെ മനസാക്ഷി പറയുന്നത് അതല്ല എന്നാണ്. അവൾക്കൊന്നും മനസ്സിലാകാതെ അവൾ നിൽക്കുമ്പോൾ നിങ് പറയുന്നു, അതൊക്കെ ഇരിക്കട്ടെ, ഇന്ന് വൈകുന്നേരം വേയും ലിന്നും അവളുടെ അച്ഛൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ട്, അത് നീ അറിഞ്ഞില്ലേ? എന്താ, ഇത് കേൾക്കുമ്പോൾ നിനക്കൊരു അസൂയ തോന്നുന്നുണ്ടോ? എന്തിന്? എനിക്കങ്ങനെ അസൂയൊന്നും തോന്നുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവളുടെ
മുഖമൊന്ന് മാറുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ലിൻ വേയെ വലിച്ചുകൊണ്ട് കാറിൽ പോകുന്നത് സിയ കാണുന്നു. ഇത് കാണുമ്പോൾ അവളുടെ മുഖം മാറുന്നുണ്ടെങ്കിലും ആ സമയത്ത് വേ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. ഞാൻ ഇന്ന് ലിനിന്റെ അച്ഛന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകുകയാണ്. അച്ഛന്റെ കൂടെ പോകുമെന്ന് മാത്രം അവൻ മെസ്സേജ് അയക്കുന്നു. പക്ഷേ ലിന്നിന്റെ കാര്യം പറയുന്നില്ല. ഇതും കൂടെ കണ്ടപ്പോൾ അവൾക്ക് ആകെ ദേഷ്യം തോന്നി. അങ്ങനെ ആ ദേഷ്യത്തോടെ അവൾ വീട്ടിലേക്ക് വന്നപ്പോൾ വേയുടെ ടേബിൾ നിറച്ച് പൊടി കിടക്കുന്നത് കാണുന്നു. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു റെക്കോർഡർ ഇരിക്കുന്നു. അത് അവൾ കയ്യിലെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ സമയത്ത് വേ അങ്ങോട്ട് വരികയാണ്. ഹേയ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ഭക്ഷണം കഴിച്ചോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഇല്ല, ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്ത്? എനിക്ക് വേണ്ടി കാത്തിരിക്കുകയോ? ഞാൻ ഡിന്നർ കഴിക്കാൻ പോവുകയാണെന്ന് നിനക്ക് മെസ്സേജ് ഇട്ടിരുന്നല്ലോ. അത് കേട്ട് അവളൊന്ന് ദേഷ്യത്തോടെ, അതെ, മെസ്സേജ് അയച്ചിരുന്നു. ലിന്നിന്റെ അച്ഛനോടൊപ്പം പോവുകയാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ എൻ്റെ അടുത്ത് ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ പറയുന്നു, അത് വേറെ ഇനിയൊന്നും പറയാനില്ല. അവൾ വീണ്ടും, ലിന്നിന്റെ അച്ഛനോടൊപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ ലിന്നിന്റെ കൂടെയല്ലേ ഡിന്നർ കഴിച്ചത്? അതല്ലേ സത്യം? അത് കേട്ട് അവനൊന്ന് ചിരിച്ചുകൊണ്ട്, ഓ, ഈ വിവരം നീ എങ്ങനെയാണ് അറിഞ്ഞത്? എന്താ ഇതിനെക്കുറിച്ച് ഓർത്ത് നീ ഒരുപാട് അസൂയപ്പെടുന്നുണ്ടോ? ഞാൻ എന്തിനാണ് ഇതിനൊക്കെ അസൂയപ്പെടുന്നത്? ലിൻ നിങ്ങളുടെ കുട്ടിക്കാലം തൊട്ടുള്ള ഫ്രണ്ടല്ലേ? അവളുടെ കൂടെ പോയി ഭക്ഷണം കഴിച്ചെന്ന് വെച്ച് എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കുമുണ്ട് ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അവൻ എനിക്ക് വേണ്ടി ഇന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു തന്നു. അവനും എന്നോട് ഒരുപാട് സ്നേഹമാണ് എന്ന് അവൾ പറയുമ്പോൾ വേ മനസ്സിൽ ചിരിക്കുന്നു. ഓ, ആ കുട്ടിക്കാലത്തെ ഫ്രണ്ട് ഞാനാണല്ലോ എന്നാണ് അവൻ മനസ്സിൽ ചിന്തിക്കുന്നത്. അവൾ വീണ്ടും പറയുന്നു, ഇങ്ങോട്ട് നോക്കൂ, നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്. അവൻ എന്നെ നന്നായി നോക്കിക്കോളും. ഇത് കേട്ട് വേ ചിരിക്കുന്നു. ഓ, നന്നായി ചിരിച്ചോ? നാളെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടോളൂ. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പേഷ്യനൊപ്പം നാളെ പുറത്തു പോവാൻ നിൽക്കുകയാണ് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. ഇത് കേട്ട് വേ, എന്ത് പേഷ്യനോ? ഇവിടെ അവൻ ഉദ്ദേശിച്ചത് വേറെ, പക്ഷെ അവൾ മനസ്സിലാക്കിയതാണെങ്കിലോ മറ്റൊന്ന്. അങ്ങനെ അവൾ ദേഷ്യത്തോടെ റൂമിലേക്ക് വരുന്നു. അവളുടെ കയ്യിലാണെങ്കിലോ ആ ടേബിളിൽ നിന്ന് കിട്ടിയ ആ റെക്കോർഡർ ഉണ്ട്. അയ്യോ, ഞാൻ എന്തിനാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് അവൾ തിരിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ആ റെക്കോർഡർ അബദ്ധത്തിൽ ഓണാകുന്നു. അപ്പോൾ അതിൽ വേ സംസാരിക്കുന്നത് കേൾക്കുന്നു. ഇവിടെ നോക്ക് തത്തേ, നീ സിയ വരുമ്പോൾ അവളെ യുവാൻ യുവാൻ എന്ന് വിളിക്കണം, കേട്ടല്ലോ? യുവാൻ യുവാൻ എന്ന് തന്നെ പറയണം. എന്നാലേ അവൾക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയുള്ളൂ. അത് കേട്ട് സിയ ഷോക്കാകുന്നു. അപ്പോൾ ഇദ്ദേഹമാണോ എൻ്റെ ആ പഴയ കാല സുഹൃത്ത്? അങ്ങനെ അവൾ ഓരോന്നായിട്ട് ആലോചിക്കുന്നു. സിയ അവനെ ആദ്യമായി കാണുമ്പോൾ, ഗുഡ് മോർണിംഗ് സാർ, ഞാനാണ് നിങ്ങളുടെ പുതിയ അസിസ്റ്റന്റ് എന്നവൾ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അവൻ മറുപടിയായി, ഹാ, എനിക്ക് നിന്നെ അറിയാം. നിന്റെ പേര് യുവാൻ സിയ എന്നല്ലേ? ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് എന്നവൻ പറയുന്നു. പിന്നീട് അവർ നേരിട്ട അപകടത്തെക്കുറിച്ചും അവൻ സ്വന്തം ജീവൻ പണയം വെച്ച് അവളെ രക്ഷിച്ചതിനെക്കുറിച്ചും ഒക്കെ അവൾ ഓർക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത് അവനായിരുന്നോ എന്നവൾ ചിന്തിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നു. ആ സമയത്ത് വേ വന്ന് ഡോറിൽ തട്ടുന്നു. അവൾ പുറത്തു വന്ന്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ഗൗരവത്തോടെ ചോദിക്കുന്നു. അവൻ പറയുകയാണ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാനും ലിന്നും തമ്മിൽ ഒന്നുമില്ല. ഞാനും ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അവൾ അത് നിരസിച്ചുകൊണ്ട്, വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ പഴയ സുഹൃത്തായ പേഷ്യൻ്റെ കൂടെ പോയി കഴിച്ചോളാം. നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയിക്കോ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു. ഇത് കേട്ട് അവനാണ് അവളുടെ പഴയ സുഹൃത്ത് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് കഴിയുന്നില്ല. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നു, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ സത്യങ്ങൾ പറയില്ലല്ലേ? നിങ്ങളുടെ വായ കൊണ്ട് തന്നെ ഞാൻ ആ സത്യങ്ങളൊക്കെ പറയിപ്പിക്കും. അതിനുശേഷം രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് പോകുന്നു. അവളാണെങ്കിലോ അവിടെയുള്ള എല്ലാ കടയിലും കയറി ഇറങ്ങുന്നു. അവനാണെങ്കിൽ കൂടെ നടന്ന് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. അവിടെ ഒരു സ്പൈസി നൂഡിൽസ് കടയിലെത്തിയപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ആ നൂഡിൽസ് വേണം, വാങ്ങിത്താ. എന്നാൽ അവൻ അതൊന്നും വേണ്ട എന്നും പറഞ്ഞ് അവളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു. അപ്പോഴാണ് അവിടെ ഒരു കപ്പിൾസ് നല്ല കളർഫുൾ ആയ ഷർട്ട് ഇട്ട് നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ അവൾ അവിടെയുള്ള ഒരു ഡ്രസ് ഷോപ്പിൽ പോയി ഒരു ചുവന്ന ഷർട്ട് കാണിച്ചു പറയുന്നു, ആ ചുവന്ന കളറുള്ള ഷർട്ട് ഉണ്ടല്ലോ, ആ ഷർട്ട് ഒന്ന് വേണം, ദാ ആ നിൽക്കുന്ന ആ പയ്യന് കൊടുക്കാനാണ് എന്നും പറഞ്ഞ് വേനെ ചൂണ്ടിക്കാണിക്കുന്നു. അത് കേട്ട്, ഹേയ്, എനിക്കൊന്നും വേണ്ട ആ ഷർട്ട് എന്നവൻ പറയുന്നു. അപ്പോൾ അവൾ ആ ഷോപ്പിലുള്ളവരോട്, ഹേയ്, അതൊന്നുമില്ല, അവനിത് വേണം, ഇങ്ങനെയുള്ളത് അവന് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്കിൽ ഒരു ഷർട്ട് അവൾക്കും കൊടുക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും നല്ല കളർഫുള്ളായ ഷർട്ട് ഇട്ടിട്ട് നടക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല കപ്പിൾസ് ആയിട്ട് നടന്നുകൊണ്ട് വരുമ്പോൾ ആരോ ഒരാൾ സിയയുടെ മേലെ വന്ന് തട്ടുന്നു. അപ്പോൾ അവളുടെ കയ്യിലിരുന്ന ഫോൺ താഴെ വീഴുന്നു. അയാൾ അയ്യോ സോറി എന്നും പറഞ്ഞ് ആ ഫോൺ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു പോകുന്നു. അവർ രണ്ടുപേരും അതത്ര കാര്യമാക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. ഈ വശത്ത് ഷൗ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനൊരു വില്ലത്തരത്തോടെ അവരെ നോക്കിക്കൊണ്ട് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാനായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ നീ ഒന്നുകൊണ്ടും
പേടിക്കണ്ട, ആ വേക്കിപ്പോഴും നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ വേ ഒരു മണ്ടനാണ്. അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് അവൻ അച്ഛൻ്റെ മരണത്തിന് കാരണം ഞാനാണ് എന്നാണ്. പക്ഷേ എനിക്ക് മാത്രമല്ല അറിയൂ, അവൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവസാനം സംസാരിച്ചത് നിന്നോടാണെന്നുള്ള കാര്യം. അങ്ങനെ ഷോ യഥാർത്ഥ വില്ലനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് കൂടെ കൂട്ടണേ.